ഉമ്മൻചാണ്ടിയുടെ വാർത്താ സമ്മേളനം തുടരുകയാണ്. രാഷ്ട്രീയമായ മറുപടി ഞങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകും, പക്ഷേ വ്യക്തിപരമായ ഒരു സമീപനം ഇല്ല. തെറ്റ് കണ്ടാൽ വിമർശിക്കാതിരിക്കാൻ പറ്റുമോ? വീഴ്ചകളുണ്ടായാൽ വിമർശിക്കാതിരിക്കാൻ പറ്റുമോ? അഴിമതി ഉണ്ടായാൽ അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റുമോ? അതെ, ഇന്നലെ പറഞ്ഞത് തന്നെ മതിയല്ലോ, പ്രേമചന്ദ്രനെതിരായിട്ട് പറഞ്ഞത് തന്നെ മതിയല്ലോ. ഒരു മുഖ്യമന്ത്രി 5 കൊല്ലം കഴിഞ്ഞിട്ട് കൂട്ടത്തിലുണ്ടായിരുന്നൊരു സഹപ്രവർത്തകനെ കുറിച്ച് പറഞ്ഞ മോശം പരാമർശനം ഇന്നും നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് തന്നെ എടുത്താൽ എന്തുമാത്രം പറയാനുണ്ട്? അത് വിളിച്ചു കഴിഞ്ഞ് അതേപോലെ തന്നെ പിന്നെ മുരളീധരൻ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഒരു നല്ല വേശ്യയാകുമെന്ന് പറഞ്ഞാൽ ഉള്ളിത്താൻ കാസർഗോഡ് മത്സരിക്കും. അപ്പൊ കോൺഗ്രസ് നേതാക്കന്മാർ ഇവരാരും ആ വാക്കുകൾ നേരെ പിൻവലിക്കുക, ഖേദം പ്രകടിപ്പിക്കുക ചെയ്തിട്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അപ്പൊ കോൺഗ്രസ് നേതാക്കന്മാർക്കൊന്നും ഈ പരിശുദ്ധി വേണ്ടേ? എല്ലാം ഉണ്ട്. ഈ മുരളീധരനെ കോൺഗ്രസ് പാർട്ടിയിൽ തിരിച്ചെടുക്കുന്നത് സോണിയാഗാന്ധിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതാണ് കോൺഗ്രസ്, അതാണ് നെഹ്റു കുടുംബം. അത് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് പറയുന്നതാണ്. രാഷ്ട്രീയമായിട്ട് പറയേണ്ടത് പറയും. അദ്ദേഹത്തെ അവഹേളിച്ചതിന്, ആക്ഷേപിച്ചതിന്, അതിന് ആ രീതിയിലുള്ള മറുപടി ഉണ്ടാവില്ല, എൻ്റെ വാക്കിൽ നിന്നൊന്നും ഉണ്ടാവില്ല. അല്ലാതെ പിന്നെ രാഷ്ട്രീയമായിട്ട് സംവാദങ്ങൾ എവിടെയും ഉണ്ടാകുമല്ലോ. അതല്ലേ ജനാധിപത്യം. ഇപ്പം അതിനാർക്കെങ്കിലും പറയുമോ പറ്റുമോ? ഇപ്പം രാഹുൽ ഗാന്ധിയെക്കുറിച്ചും രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനത്തെക്കുറിച്ചും രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചും ആരെങ്കിലും പറഞ്ഞാൽ അതിനാരെങ്കിലും തെറ്റെന്ന് പറയുമോ? ഇല്ലല്ലോ. പക്ഷേ എല്ലാം പരിധിയും വിട്ട് ഉള്ള പദപ്രയോഗങ്ങൾ വന്ന BJPയുടെ അതേ വാചകം കടമെടുത്താണ്, ബാക്കിയൊന്നും വാചകം പോരാ എന്ന് കണ്ടിട്ട് അവരുടെ കടമെടുത്തിട്ടാണ് രാഹുൽ ഗാന്ധിയെ ദേശാഭിമാനി എഡിറ്റോറിയൽ അവമാനിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിന് മറുപടി ഉണ്ടാവില്ല. രാഷ്ട്രീയമായിട്ടുള്ള കാര്യത്തിന് എന്തുകൊണ്ടാണ് MK രാഘവൻ പരസ്യമായി പച്ചക്ക് പണം ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങളടക്കം വന്നിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കോൺഗ്രസ് പ്രതിരോധിക്കുന്നത്? അദ്ദേഹം തന്നെ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവൾ തെളിവ് കൊണ്ടുവരട്ടെ, പിന്നെ കൊണ്ടുവരട്ടെ, അദ്ദേഹത്തെ കുറിച്ചുള്ള ഇത് വരട്ടെ. അദ്ദേഹം സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. എന്തിനാണ് ആവശ്യപ്പെട്ടത്? 5 കോടി രൂപ ഇങ്ങനെ വെറുതെ ഒരാൾ വെച്ചുകൊണ്ടിരിക്കുകയാണോ? എന്തിന്? ആരുടെ കയ്യിൽ നിന്ന്? അല്ല, അത് വരട്ടെ, അന്വേഷിക്കുന്നുണ്ടല്ലോ, വരട്ടെ. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമല്ലേ, ഇവിടെ ഇതുപോലുള്ള കാര്യങ്ങൾ ആർക്കെങ്കിലും മൂടി വെക്കാൻ പറ്റുമോ? അന്നത്തെ കളക്ടറും ശ്രീ രാഘവനും തമ്മിൽ ചില തർക്കങ്ങളും ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അത് പിന്നെ വയനാട്, പിന്നെ കോഴിക്കോട് പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഇഷ്യൂസായിരുന്നു. അന്ന് അത് പല തലത്തിൽ ഇടപെട്ടിട്ടാണ് ആ പ്രശ്നങ്ങൾ തീർത്തത്. അതല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും എനിക്കറിയത്തില്ല.
നേതാക്കൾ പറയുന്നത് ഈ ബിജെപിക്കെതിരെ പോരാടാനാണെങ്കിൽ കർണാടകയിലല്ലേ മത്സരിക്കേണ്ടത്? ന്യായമായ ചോദ്യം. അതെ, കർണാടകവും പിന്നെ ചർച്ച ചെയ്ത ഒരു സ്ഥലമാണ്. കർണാടകയിൽ നിന്നും റിക്വസ്റ്റ് വന്നിരുന്നു, തമിഴ്നാട്ടിൽ നിന്നും റിക്വസ്റ്റ് വന്നിരുന്നു. അതിലെ തമിഴ്നാട് ആദ്യം തന്നെ ചില പ്രത്യേക സാഹചര്യത്തിൽ മാറ്റിയിട്ട് കർണാടകവും കേരളവും തമ്മിലായിരുന്നു. പിന്നെ അതാണ് ഡിലേയൊക്കെ വന്നത്. അവസാനം പലതുകൊണ്ടും അദ്ദേഹം പിന്നെ കേരളം ഇഷ്ടപ്പെട്ടു, വയനാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് വയനാട് വന്നിട്ടുള്ളത്. അതിപ്പം രാഹുൽ ഗാന്ധി എവിടെ മത്സരിച്ചാലും സേഫാ, ഒരു പ്രശ്നവും ഇല്ല. ഇപ്പം വയനാട്ടിൽ പിന്നെ ഉണ്ടാകാൻ പോകുന്ന വൻപിച്ച വിജയം വേറൊരാൾ നിന്നാൽ കിട്ടുമോ? കിട്ടത്തില്ല. കേരളത്തിലെ ജനങ്ങൾ വളരെയധികം താല്പര്യം രാഹുൽ ഗാന്ധിയായിട്ടും ആ കുടുംബമായിട്ടുമുണ്ട്. അവരിങ്ങോട്ടും അതേ സ്നേഹവും അതേ സമീപനമാണ് എടുക്കുന്നത്. ഇദ്ദേഹം ഈ സ്ഥാനത്ത് വന്നതിന് ശേഷം എടുത്തിട്ടുള്ള തീരുമാനങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ എല്ലാ ദുഃഖത്തിലും അദ്ദേഹം ഓടിയെത്തിയിട്ടുണ്ട്. അദ്ദേഹം എത്ര തിരക്കാണെങ്കിലും അദ്ദേഹം ഓടിയെത്തിയിട്ടുണ്ട്. ഓഖി ദുരന്തം വന്നപ്പോൾ, മഹാപ്രളയം വന്നപ്പോൾ ഒക്കെ അദ്ദേഹം വന്നിട്ടുണ്ട്. എല്ലാ വിധത്തിലുള്ള അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. സർവേകളെ കുറിച്ചൊന്നും ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ തിരുവനന്തപുരത്ത് ജയിക്കാൻ പോകുന്ന ശശി തരൂരായിരിക്കും. ചേർത്തു എനിക്ക് വ്യക്തമായിട്ടുള്ള AICC ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി മാധ്യമങ്ങളെ കാണുകയായിരുന്നു.